ഹലോ ഗൈസ്, വെൽക്കം ടു ഹർഷാസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് നെല്ലിക്ക ഉപ്പിലിടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഐ നോ എവ്രിബഡി നോസ് ദാറ്റ്, പക്ഷേ ചിലരുണ്ടാവില്ല ഫുൾ കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം നെല്ലിക്ക എടുത്ത് നല്ലോണം വൃത്തിയാക്കുക, കഴുകുക. എന്നിട്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വെള്ളം തിളപ്പിക്കുക. അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്താണ് നമ്മൾ നെല്ലിക്ക ഇടേണ്ടത്. അപ്പം നെല്ലിക്ക നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഹോളായിട്ട് ഇടുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, യു ക്യാൻ കട്ട് ഇൻ ടു പീസസ്. ഞാനിവിടെ ഈസി ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസസ് അവിടെ ഓൾറെഡി ഒരു വര പോലെ കാണും, ഞാൻ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഇച്ചിരി തോനെ ഉപ്പിട്ടോ, എന്ന് വെച്ചാൽ ഉപ്പെല്ലാം അതിലേക്ക് പിടിക്കണമല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അതിലേക്ക് ഉപ്പൊക്കെ നന്നായി ഇറങ്ങി ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ കല്ലുപ്പാണ് യൂസ് ചെയ്തത്. അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലിട്ടാലും ഇറ്റ് വിൽ ബി ഗുഡ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും കൂടെ കൂട്ടി അതിലേക്ക് ഇടാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതാക്കുക. ഇത് വന്നിട്ട് ഭരണിക്കകത്ത് ഇടാം, അല്ലെങ്കിൽ എന്ത് കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് അതിലുള്ള അങ്ങനത്തെ കണ്ടെയ്നേഴ്സിനകത്തും ഇടാവുന്നതാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് ഇത് കീറി ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തിനകത്ത് ഇറങ്ങി ആ ഒരു ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പം യു ക്യാൻ ഹാവ് ഇറ്റ്. ആൻഡ് അപ്പം തന്നെ നമുക്ക് എന്താ പറയുക, അവിടെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. വി വിൽ ഹാവ് ദാറ്റ്. ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിരിക്കും. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഐ നോ എവ്രിബഡി നോസ് ദാറ്റ്. ആർക്കറിയാത്തത് പ്ലീസ് ഡു ട്രൈ. ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.